റിപ്പോർട്ടർ ലോക്കൽ ഫോക്കസ് ഇമ്പാക്റ്റിലേക്കാണ് ആദ്യം നമ്മൾ പോകുന്നത്. മൂന്നാർ ചൊക്രമുടി മലനിരകളിലെ അനധികൃത നിർമ്മാണം സംബന്ധിച്ച വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പുറത്തെത്തിച്ചതാണ്. നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന ഭൂമിയിലെ പട്ടയത്തിലടക്കം ക്രമക്കേടുണ്ടെന്ന വാർത്തയും നമ്മൾ പുറത്തു കൊണ്ടുവന്നു. അതിന് തൊട്ടു പിന്നാലെ കയ്യേറ്റം സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്താൻ റവന്യൂ മന്ത്രി കളക്ടർക്ക് ഉത്തരവ് നൽകുകയായിരുന്നു. റവന്യൂ മന്ത്രിയുടെ നടപടി സ്വാഗതം ചെയ്യുകയാണ് ചൊക്രമുടി സംരക്ഷണ സമിതി. കയ്യേറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതുവരെ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നാണ് ചൊക്രമുടി സംരക്ഷണ സമിതി ഭാരവാഹികൾ റിപ്പോർട്ടറിനോട് പറയുന്നത്. സന്ദീപ് രാജാക്കാടിന് റിപ്പോർട്ട് കാണാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിവാദമായി ചർച്ച ചെയ്യപ്പെടുകയും പ്രതിഷേധവും ഉയർന്നു നിൽക്കുന്ന ഒരു വിഷയമാണ് ചൊക്രമുടിയിലെ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കണം എന്ന ആവശ്യമാണ് ചൊക്രമുടി സംരക്ഷണ സമിതി മുന്നോട്ട് വെച്ചത്. ഒപ്പം തന്നെ റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരടക്കം ഇതിൽ പങ്കാളികളാണ് എന്ന തരത്തിലുള്ള ആരോപണം ഉന്നയിച്ച ഒരു ഘട്ടത്തിൽ വകുപ്പ് മന്ത്രി അടക്കം ഇടപെട്ടിരിക്കുന്നു. ഇപ്പോൾ ഈ വിഷയത്തിൽ മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിടുകയും ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഒരാഴ്ചയ്ക്കുള്ളിൽ അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മന്ത്രിയുടെ ഈ റിപ്പോർട്ട് ആവശ്യപ്പെട്ടുള്ള ഉത്തരവിനെ ഞങ്ങൾ സമിതി സ്വാഗതം ചെയ്യുകയാണ്. ഈ പ്രദേശം എന്ന് പറയുന്നത് കുടിയേറ്റ മേഖലയാണല്ലോ. ഞങ്ങളൊക്കെ ദൈവത്തിനെ പോലെ ആരാധിക്കുന്ന ഒരു മലയാണ് ഈ കാണുന്ന ചൊക്രമുടി മല. ഇതിന് താഴ്വശത്ത് ഇതേ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, കല്ലിളക്കി നടത്തിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ്. കുടിവെള്ളം പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരാൻ പോവുകയാണ്. അതുകൊണ്ട് എത്രയും വേഗം ഇത് സർക്കാരിൻ്റെ ഭൂമി, റവന്യൂ ഭൂമിയാണെങ്കിൽ അത് അളന്ന് തിരിച്ച് തിട്ടപ്പെടുത്തി ഇനിയൊരു കയ്യേറ്റം അവിടെ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി ബഹുമാനപ്പെട്ട ഗവൺമെൻറ് സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസിയായ എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ നടത്തിയ പരിശോധനയിൽ പ്രാഥമികമായിട്ട് നടത്തിയതിൽ ഈ പട്ടയം വ്യാജമായി ഉണ്ടാക്കിയതാണെന്നാണ് മനസ്സിലാക്കിയത്. അതെ, അങ്ങനെയാണ് തന്നെ തോന്നുന്നത്. കാരണം ഇതിനകത്തൊരു ഉദ്യോഗസ്ഥ ലോബി ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ടാവണം. കാരണം ഇവിടെ 5 സെൻറ്റ് സ്ഥലം പോലും ഒരു വീട് വെക്കാൻ ആർക്കും കിട്ടാത്തൊരവസ്ഥയിൽ ഈ ചൊക്രമുടി മലയുടെ മാത്രമേ അവിടെ കയറി മലയുടെ മണ്ടയിൽ മാത്രമേ റിസോർട്ട് വെക്കാവുള്ളൂ എന്നുള്ള ചില ആളുകളുടെ താല്പര്യകക്ഷികളുടെ ഒരു വാശിയാണ് ഇതിന് പിന്നിലുള്ളത്. ഞങ്ങൾക്കും അവിടെ കയറി 5 സെൻറ്റ് സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ കയ്യേറാം. ഞങ്ങൾ എന്തുകൊണ്ടാണ് ഈ പ്രകൃതിയെ സംരക്ഷിക്കുന്ന ഈ വെള്ളവും മണ്ണും ഇവിടുത്തെ മൃഗങ്ങളും ഇവിടുത്തെ എല്ലാ ആവാസ വ്യവസ്ഥകളും സംരക്ഷിക്കേണ്ട ബാധ്യത ഈ താഴ്വാരയിൽ ജീവിക്കുന്ന ഞങ്ങൾക്ക് അതിന് ബാധ്യതയുണ്ട്. അതിന് ഏതറ്റം വരെയും ഞങ്ങൾ പോകാൻ തയ്യാറാണ്. അതായത് അതീവ പരിസ്ഥിതി ലോല പ്രദേശമായ ഈ റെഡ് സോൺ മേഖലയായ ഈ കുന്നിൻ്റെ മുകളിൽ ഒരു പട്ടയം കിട്ടി എന്ന് പറയുന്നത് തന്നെ ഞങ്ങൾക്ക് അത്ഭുതമാണ്. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഉത്തരവ് വന്നിരിക്കുന്നു, ഇന്നലെ വന്നിരിക്കുന്നു. ഇത് സമഗ്രമായ ഒരു അന്വേഷണം ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഈ കളക്ടർ ഓഫീസിൽ വെച്ച് മാത്രമുള്ള ഒരു അന്വേഷണത്തിൽ ഇത് ഒതുക്കാതെ സമഗ്രമായ ഉന്നതതല അന്വേഷണം നടത്തണമെന്നാണ് ഞങ്ങൾ ഈ അവസരത്തിൽ ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ നാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കണം. ഈ ഒരു വയനാട് പോലെയുള്ള ഒരു മഹാദുരന്തം ഇവിടെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഇടപെടലുണ്ടായി. ആ ഇടപെടലിൽ നല്ല രീതിയിലുള്ള ഒരു സമഗ്രമായ ഒരു അന്വേഷണത്തിലൂടെയുള്ള ഒരു ഇടപെടലാണെങ്കിൽ വളരെ നല്ലതായിരിക്കുമെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു. ഞങ്ങളുടെ ഈ നാടിനെ രക്ഷിക്കണമെന്ന് കൈകൂപ്പി നിങ്ങളോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. കൈകൂപ്പി തന്നെ അപേക്ഷിക്കുകയാണ്. ഞങ്ങളെ ഈ നാടിനെ രക്ഷിക്കണം. ഈ ഒരു നാടിനെ രക്ഷിക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ മന്ത്രിയുടെ ആ ഒരു ഉത്തരവിൽ, മന്ത്രിയുടെ പ്രഖ്യാപനത്തിൽ വലിയ രീതിയിലുള്ള ആത്മവിശ്വാസത്തിലാണ് അവരുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ചേകവർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.